നമസ്തേ. ഓം നമ ശിവായ. ശിവാനന്ദ ലഹരിയുടെ ഈ ഒരു ക്ലാസ്സിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ശ്ലോകം 1 നമ്മൾ പഠിച്ചു, അതിൻ്റെ അർത്ഥം പറഞ്ഞു. ഒന്നാമത്തെ ശ്ലോകം കലാഭ്യാം ചൂടാലം കൃതശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാമാനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. നമ്മളതിനെപ്പറ്റി പറഞ്ഞു അല്ലേ. കലാരൂപമുള്ളവരും ചന്ദ്രക്കല ശിരോഭൂഷണമായി അണിഞ്ഞിട്ടുള്ളവരും രണ്ടുപേരാലും ചെയ്യപ്പെട്ട തപസ്സിന് പരസ്പരം ഫലഭൂതരും ഭക്തന്മാരിൽ പ്രകടിപ്പിക്കപ്പെട്ട സത്ഫലത്തോടു കൂടിയവരും 3 ലോകത്തിൻ്റെയും മംഗളത്തിന് കാരണമായവരും ഭക്ത ഹൃദയങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരും ആനന്ദ പ്രകാശ രൂപികളുമായ പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് സാമാന്യാർത്ഥം നമ്മൾ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകം ഗലന്തി ശംഭോ ത്വച്ചരിത സരിത കിൽപിഷരജോ ദളന്തി ധീകുല്യാസരനിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണപരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനം തലഹരി. ഗലന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ധീകുല്യാസരനിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണപരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനം തലഹരി. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. അതിൻ്റെ സാമാന്യ അർത്ഥം പറയുന്നത് മംഗളം, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ മംഗളം പ്രദാനം ചെയ്യുന്ന ഭഗവാനെ, ഭവാന്റെ പാവന ചരിതമാകുന്ന നദി ഒഴുകി പാപമാകുന്ന പൊടി ഇല്ലാതാക്കിയിട്ട് ബുദ്ധിയാകുന്ന കൈത്തോട്ടിൽ പതിച്ച് സംസാര ദുഃഖം ഇല്ലാതാക്കി എൻ്റെ ഹൃദയമാകുന്ന കയത്തിൽ വസിക്കുന്ന ശിവാനന്ദലഹരി വിജയിക്കട്ടെ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മളൊന്ന് വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ പറയുക? ശംഭൂ ശം, ശംഭൂ ശംഭൂ ശം. നമ്മളൊന്ന് പദാനുപദ വിവർത്തനം ഒന്ന് അന്വയിച്ചൊക്കെ നമുക്കൊന്ന് പഠിക്കാം. മംഗളം, ശംഭു എന്ന് പറഞ്ഞാൽ മംഗളം പ്രദാനം ചെയ്യുന്നവനെന്നാണ്. ശം എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക. അങ്ങനെ ഒരർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസാര ദുഃഖങ്ങൾ, നമ്മളുടെ ജന്മദുഃഖങ്ങൾ, ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന നമ്മളുടെ ദുഃഖങ്ങൾ, ആദി ഭൗതിക, ആദി ദൈവിക, ആദി ഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമാകുന്ന ത്രി ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ആൾ, അതാണ് ശംഭു എന്ന് പറയാം. മംഗളം പ്രദാനം ചെയ്യുന്നയാൾ, ശമിപ്പിക്കുന്നയാൾ, ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നയാൾ. ത്വച്ചരിത സരിത എന്ന് വെച്ചാൽ ശ്രീ പരമേശ്വരൻ്റെ ചരിത്രമാകുന്ന നദി. അതായത് നമ ശിവായ, നമ ശിവായ എന്ന മന്ത്രത്തിൽ ശിവചരിതം അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുക. ന എന്ന് പറഞ്ഞാൽ ഭൂമി, മ എന്ന് പറഞ്ഞാൽ ജലം, ശി എന്ന് പറഞ്ഞാൽ അഗ്നി, വ എന്ന് പറഞ്ഞാൽ വായു, യ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പം നമശിവായ എന്ന് പറഞ്ഞാൽ അതിൽ പഞ്ചഭൂതങ്ങളും ഉൾച്ചേർന്നിരിക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളും ഉൾച്ചേർന്ന മന്ത്രമാണ് നമശിവായ എന്നുള്ളത്. ഇപ്പം ഇതിൽ പറയുന്നുണ്ട് കിൽബിഷരജഹ, കിൽബിഷരജഹ എന്ന് വെച്ചാൽ പാപമാകുന്ന പൊടി. പൊടി എങ്ങനെയാണ്? കാറ്റിൽ പറന്ന് പടരുന്നത് പോലെ അല്ലേ? ഒരു നിലത്ത് നിന്ന് പൊടി ഇങ്ങനെ ഉയർന്ന് കാറ്റിൽ ഇങ്ങനെ പടർന്ന് പരന്ന് അതില്ലാതാകുന്നു, അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്നു എന്നതുപോലെ പാപം മനുഷ്യനിൽ വളരെ വേഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. പൊടി പടർന്ന് അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് പോലെ പാപം മനുഷ്യനിൽ വളരെ വേഗം വ്യാപിക്കുന്നു.
അങ്ങനെയുള്ള ആ പൊടി ഇല്ലാതാക്കാൻ നമ്മൾ പൊടിയുണ്ടെങ്കിൽ പൊടി മാറാൻ എന്ത് ചെയ്യും? വെള്ളം തെളിയും അല്ലേ? വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ പൊടി ഉണ്ടാവില്ല. അപ്പം എന്നതുപോലെ ആ പാപമാകുന്ന പൊടി ഇല്ലാതാക്കാൻ ജലമൊഴിക്കുന്നത് പോലെ ശിവചരിതമാകുന്ന നദി ഒഴുകിപ്പരന്ന് ആ പാപമാകുന്ന പൊടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. സംസാര ഭ്രമണ പരിതാപോപശമനം ദിശന്തി. ഈ ലോകജീവിതം മായാമോഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ അതിൽ കുരുങ്ങിപ്പോകുന്ന മനുഷ്യൻ പല വിധത്തിലുള്ള ദുഃഖങ്ങളാൽ വലയുന്നു എന്നാണ് പറയാം. ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. മച്ഛേദോ ഹൃതഭുവി, എൻ്റെ മനസ്സാകുന്ന കയത്തിൽ പുഴ ചെറിയ കൈത്തോടുകളിലൂടെ ഒഴുകി കൃഷിയെ നനയ്ക്കുകയും അവിടെ ഉള്ള വിളകളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ ശിവചരിതമാകുന്ന പുഴ മനുഷ്യബുദ്ധിയാകുന്ന കൈത്തോടുകളിലൂടെ ഒഴുകുമ്പോൾ പാപമാകുന്ന പൊടി ഇല്ലാതാവുകയും ഹൃദയത്തിൽ ശിവഭക്തി നിറഞ്ഞ് ആനന്ദലഹരിയിൽ നമുക്ക് ആറാടാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ലഹരി, തിര, ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതായിട്ടുള്ള അനുഭൂതി. ശിവാനന്ദ ലഹരി എന്ന് പറഞ്ഞാൽ ശിവഭക്തിയാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആനന്ദം അലതല്ലുന്നതായ, ഓളം വെട്ടുന്നതായ ഒരു മനസ്സ്. ശിവൻ എന്നാൽ ഈ പ്രപഞ്ചം തന്നെയാണ് അല്ലേ? പഞ്ചഭൂതങ്ങളിൽ നമശിവായ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമശിവായിൽ പഞ്ചഭൂതങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളിൽ നമശിവായുണ്ട്. ശിവമന്ത്ര ജപത്തിലൂടെ പ്രപഞ്ച ചൈതന്യമായ ശിവ തേജസ് അത് ആനന്ദലഹരിയായി മനുഷ്യൻ്റെ ഉള്ളിൽ നിറയുന്നു. അപ്പോൾ നമ്മളുടെ സംസാര ദുഃഖങ്ങളാകുന്ന പൊടി ജലത്തിലൂടെ ശിവാനന്ദലഹരിയാകുന്ന ആ നദി ഒഴുകി ഇല്ലാതാക്കുന്നു എന്നാണ് പറയുക. അത് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളെയും, ജന്മാന്തര കർമ്മദോഷങ്ങളെയും, പാപങ്ങളെയും, അജ്ഞാനങ്ങളെയും ഒക്കെ ആ ശിവാനന്ദ ലഹരി ഇല്ലാതാക്കുന്നു. ഈ ശിവാനന്ദ ലഹരിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രജപത്തിലൂടെയാണ്. അപ്പോൾ ശിവമന്ത്ര ജപത്തിലൂടെ ശിവനിലുള്ള ഭക്തി ഉറച്ച് ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധി നേടി മുക്തി പ്രാപിക്കാൻ ഭക്തരെ ആഹ്വാനം ചെയ്യുന്ന ശ്ലോകമാണിത്. മാത്രമല്ല, ഇതിൽ പറയുന്നു ഈ ശിവാനന്ദ ലഹരി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ആശംസിക്കുന്നു. അപ്പോൾ ഇതൊരു ആശംസാ ശ്ലോകം കൂടിയാകുന്നു. ശിവചരിതമാകുന്ന പുഴ, പാപമാകുന്ന പൊടി, ബുദ്ധിയാകുന്ന കൈത്തോട്, ചേതസ്സാകുന്ന കയ്യം, ഈ പ്രയോഗങ്ങളിൽ രൂപകം പരമ്പരയായി നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. രൂപകാലങ്കാരം. അപ്പം പരമ്പരയായിട്ടുള്ള രൂപകതാളം, പരമ്പരിത രൂപകം നമുക്കിതിൽ അലങ്കാരം കാണാം. അത് വിടും. അപ്പം നമുക്ക് ശരിക്കും ഇത് അലങ്കാരത്തിൻ്റെ ചമൽക്കാര ഭംഗിയുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ വൃത്തം ശിഖരിണി എന്നൊരു വൃത്തമാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മളുടെ സാഹിത്യം ഇതിലേക്കൊക്കെ വരും, ഭാഷാശാസ്ത്രത്തിലേക്ക് വരും. അപ്പം നമ്മൾ ഈ ശ്ലോകം വായിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? മംഗളം പ്രദാനം ചെയ്യുന്ന ഭഗവാനെ അങ്ങനെയാണ് വിളിക്കുക. ഭവാന്റെ പാവന ചരിതമാകുന്ന നദി, അതായത് ശിവമന്ത്രങ്ങൾ, ശിവോപാസനകൾ ഒഴുകി എൻ്റെ ജന്മാന്തര കർമ്മദോഷങ്ങളും അജ്ഞാനവും ആകുന്ന പാപമാകുന്ന പൊടി ഇല്ലാതാക്കി ആ ബുദ്ധിയാകുന്ന കൈത്തോട്ടിൽ പതിച്ച് എൻ്റെ സംസാര ദുഃഖം ഇല്ലാതാക്കി എൻ്റെ ഹൃദയമാകുന്ന കൈത്തിൽ വസിക്കുന്ന ശിവാനന്ദ ലഹരി വിജയിക്കട്ടെ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ദീഗുല്യാസരണിഷു പദന്തി വിജയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദലഹരി. ഇത് സാവധാനത്തിലും നമ്മുടെ ഈണത്തിലും അല്പം വേഗത്തിലും ഒക്കെ ചൊല്ലാം. ഇത് ചൊല്ലുന്ന വിവിധ ഈണങ്ങളുണ്ട്. ഗളന്ധി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്ധി ധീകുല്യാസരണിഷു പദന്തി വിജയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദലഹരി. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ദീഘുല്യാസരണിഷു
പതന്തി വിജയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോഹൃതഭുവി ശിവാനന്ദലഹരി. ഇതാണ് 2-ാം ശ്ലോകം. സാമാന്യാർത്ഥം, അതിൻ്റെ വിശദീകരണം. നമസ്തേ. ഓം നമഃ ശിവായ.